ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് ജിൻഡോ തന്നെയാണ്. ജിൻഡോ പക്ഷേ തൻ്റെ എതിരാളിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അർജുനെയാണ്. ജിൻഡോയ്ക്ക് ഇപ്പോഴത്തെ ലെവലിൽ ആ വീട്ടിൽ ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റായി തോന്നുന്നുള്ളത് അർജുനെ ആയിരിക്കാം. അർജുനെ ടാർഗറ്റ് ചെയ്താലാണ് ഇനി ഗെയിം മുന്നോട്ട് പോകൂ എന്ന് തോന്നലുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ജിൻഡോയുടെ ടാർഗറ്റ് ഇപ്പോൾ അർജുനാണ്. പക്ഷേ അർജുൻ അത് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അർജുൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ അർജുൻ ആരെയും ടാർഗറ്റ് ചെയ്ത് അവിടെ ഗെയിം പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷേ ജിൻഡോ അവിടെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജിൻഡോൻ്റെ വ്യക്തമായ ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനെ തകർക്കുക എന്നത് തന്നെയാണ്. അർജുൻ്റെ വീക്ക് പോയിന്റിൽ തന്നെയാണ് ഇവിടെ ജിൻഡോ കയറി പിടിച്ചിരിക്കുന്നത്. അർജുൻ്റെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് അർജുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഋഷിയും അൻസിബയുമാണ്. അതിലേറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവിടെ ഋഷിയെ തന്നെയാണ് കാണുന്നത്. ഋഷിയെ അർജുനെതിരെ തിരിക്കുക എന്നുള്ളതാണ് ജിൻഡോയുടെ അവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഇന്നലത്തെ ആ വിഷയത്തോടു കൂടി, ഇന്നലെ നടന്ന ആ ഗെയിമോടുകൂടി അതിൽ ഏകദേശം അവിടെ മുടിയനെ അർജുനെതിരെ തിരിക്കാനായിട്ട് ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മുടിയൻ്റെ മനസ്സിൽ അർജുനെതിരെ ഒരു ചെറിയ നാമ്പ് അല്ലെങ്കിൽ ഒരു ചെറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ മുടിയൻ അവിടെ ചിന്തിക്കുന്നത് ഫ്രണ്ടാണ്, ഗെയിമിൻ്റെ രീതിയിൽ വെച്ച് കാണാം, ഗെയിമായിട്ട് കണക്ക് കൂട്ടാം എന്നുള്ള രീതിയിൽ മാത്രമാണ് അവിടെ മുടിയൻ അർജുനെ മാറ്റി നിർത്തിയിട്ടുള്ളത്. പക്ഷേ മുടിയൻ്റെ മനസ്സിൽ ഒരു ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് അൻസിബയാണ്. അൻസിബ കഴിഞ്ഞിട്ടേ ഇനി അർജുന സ്ഥാനമുള്ളൂ, നമ്മൾക്ക് രണ്ടുപേർക്കും നമ്മൾ രണ്ടുപേരും മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അർജുനെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു അവിടെ ഓൾറെഡി മുടിയൻ. പക്ഷേ ഇന്നിപ്പം നടന്ന തീറ്റ മത്സരം ഗെയിമോടുകൂടി അതിൽ ഒന്നും കൂടിയും ആക്കം വരുത്തിയിരിക്കുകയാണ് ജിൻഡോ മുടിയൻ്റെ മനസ്സിലേക്ക് അർജുനോടുള്ള വിദ്വേഷം. അവിടെ ലാസ്റ്റ് റൗണ്ടിൽ മത്സരം നടക്കുന്ന സമയത്ത് അവിടെ ചിക്കൻ ആയിരുന്നു ഋഷി കഴിച്ചുകൊണ്ടിരുന്നത്. ചിക്കൻ മുഴുവൻ ഋഷി കഴിച്ചിരുന്നില്ല എന്നുള്ളതും അവിടെ ബാക്കി ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും അവിടെ ശ്രീതു കണ്ടിരുന്നു, അതുപോലെ തന്നെ അർജുനും കണ്ടിരുന്നു. രണ്ടുപേരും ഒരുപോലെ കണ്ട കാര്യമാണ്. അത് ശ്രീതു അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പലതവണ മുടിയൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഋഷി നീ മുഴുവൻ കഴിച്ചോ എന്ന് ശ്രീതു പലതവണ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അർജുൻ വന്ന് പറയുന്നുണ്ട്, നീ അത് മുഴുവൻ കഴിച്ചില്ലല്ലോ എന്നുള്ളത്. അത് അർജുൻ നോട്ട് ചെയ്തതാണ്. അത് അർജുൻ കൃത്യമായി ചോദിക്കുകയും കൃത്യമായി പറയുകയും ചെയ്തു. അർജുൻ മുൻപേ തൊട്ട് പറയുന്ന കാര്യമാണ്, എനിക്കിവിടെ പാർഷ്യാലിറ്റി ഇല്ല, എനിക്കിവിടെ പ്രത്യേകിച്ച് ആരോടും കൃത്യമായി ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഗെയിം കളിക്കില്ല എന്നൊരു കാര്യം അവിടെ അർജുൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അർജുൻ അവിടെ വ്യക്തമായി കാണിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അർജുൻ അവിടെ ഒരു പാർഷ്യാലിറ്റി കാണിച്ചിട്ടില്ല. കൃത്യമായി അത് അർജുൻ ഋഷിയുടെ അടുത്ത് പറഞ്ഞു, നീ അത് മുഴുവൻ കഴിച്ചിട്ടില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ അവിടെ ശ്രീതു എൻ്റെ ടീം ചോദിച്ചു അർജുൻ്റെ അടുത്ത്, അത് ഋഷി കഴിച്ചത് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ അവൻ്റെ കയ്യിൽ ആ പീസാണ് കണ്ടത്, പിന്നീട് വന്ന് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചില്ല, അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടോ എന്ന് എനിക്കറിയില്ല എന്നവിടെ അർജുൻ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ടോപ്പിക് ആക്കിയിട്ട് ജിൻഡോ അവിടെ ഋഷിയുടെ മനസ്സിലേക്ക് അർജുനെതിരെ മാക്സിമം പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഋഷി പറയുന്നുണ്ട്, സാരല്ല, അത് പ്രശ്നമില്ല, അതൊരു ഗെയിമല്ല, ഗെയിമിൻ്റെ ഇതിൽ ഞാൻ എടുത്തോളാം. പക്ഷേ അപ്പോൾ അവിടെ ഒന്നും കൂടിയും അതിനെ ആക്കം കൂട്ടിക്കൊണ്ട് അവിടെ നമ്മുടെ ജാൻമണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തിനാണ് അർജുൻ അത് പറഞ്ഞത്, അർജുൻ അത് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ വിട്ട് കളയാമായിരുന്നില്ലേ, അർജുൻ എന്തിനാണ് അതിങ്ങനെ നിന്നോട് എടുത്ത് പറയാൻ പോയത്, നിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് അർജുൻ പറയാതിരിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്നത് അത് ഗെയിമല്ലേ, ഗെയിമിൻ്റെ ഇതിലെടുത്താൽ മതി. അൻസിബിയും പറയുന്നുണ്ട് അത് ഗെയിമായിട്ട് എടുത്താൽ മതി, ഗെയിമിലാവുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്യും, അങ്ങനെ പറഞ്ഞതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അത് ജിൻഡോയും ജാൻമണിയും ചേർന്ന് അവിടെ മാക്സിമം വിഷം കുത്തി കൊടുക്കുന്നുണ്ട് ഋഷിയുടെ മനസ്സിലോട്ട്. ഋഷി എന്നിട്ട് പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ എന്ന് ഞാൻ കരുതിയാൽ പോരെ, ആത്മാർത്ഥതയുള്ളൊരു ഫ്രണ്ടല്ലാന്ന് ഞാൻ കരുതിയാൽ പോരെ, അത് തീർന്നല്ലോ എന്നവിടെ പറയുന്നുമുണ്ട് ഋഷി. എന്തായാലും ഈ അടുത്ത് തന്നെ ഋഷിയും അർജുനും തമ്മിൽ ഒരു ഉഗ്രം ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള വിഷവിത്തുകൾ എന്തായാലും ഋഷിയുടെ മനസ്സിലേക്ക് ജാൻമണിയും ജിൻഡോയും ചേർന്ന് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ജിൻഡോയുടെ ഗെയിം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അർജുനെതിരെയുള്ള ഗെയിമാണ് ഇപ്പോൾ ജിൻഡോ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗെയിം വിജയത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാനായിട്ട് ഇതുവരെ അർജുനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജിൻഡോയുടെ ഗെയിം വിജയിക്കുകയും ചെയ്തു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അത് ഋഷിയും അർജുനും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ജിൻഡോയുടെ ഗെയിം പൂർണ്ണമായും വിജയിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും.